ഇപ്പൊ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് അഭിനയിച്ച ഒരു സിനിമ, അതിന്റെ ഡയറക്ടർ ശ്രീരാജ് എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളിയുടെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ ഇയാളുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്ത് ഇങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാൻ പറ്റും? ഈ ഇന്റർവ്യൂ ഇപ്പൊ തന്നെ ഒരുപാട് പേര് കണ്ടു കാണും. പുള്ളി സ്ക്രിപ്റ്റ് ആയിട്ട് ബേസിലിന്റെ അടുത്ത് ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് മുന്നേ തന്നെ പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിം ആദ്യം ബേസിൽ കണ്ട് ഇംപ്രസ്ഡ് ആയി. അങ്ങനെയാണ് ആക്ച്വലി ഈ ഷോർട്ട് ഫിലിമിനെ പറ്റി വീണ്ടും ആൾക്കാരൊന്ന് അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനും ഈ ഷോർട്ട് ഫിലിം കണ്ടത്. അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ 3 ഷോർട്ട് ഫിലിംസിനെ പറ്റിയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറും 3 ക്യാരക്ടേഴ്സ് വെച്ച് ഒരു ഈവനിങ് സമയത്ത് അവരെ വീട്ടുമുറ്റത്ത് വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞു സംഭവത്തെ ടെൻഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ത്രില്ലർ മൂഡിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഷോർട്ട് ഫിലിം. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയേണ്ടതാണ്. സ്റ്റോറി യൂഷ്വൽ സ്റ്റോറി തന്നെയാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലറിനാണിത്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. കമൻസൊക്കെ നോക്കി കഴിഞ്ഞാൽ മുഴുവനും ബേസിൽ പറഞ്ഞ് വന്നതാണെന്നുള്ളത് കമൻസ് കാണാം. കമൻസിൽ പല കമൻസും സ്പോയിലേഴ്സാണ്. അതുകൊണ്ട് കമൻസ് വായിക്കുന്നതിന് മുന്നേ ഷോർട്ട് ഫിലിം കാണുന്നതായിരിക്കും നല്ലത്. 2023 ജിയോ സിനിമ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണിത്. വേറെയും കുറേ ഫെസ്റ്റിവൽസിലൊക്കെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കുറേ അവാർഡ്സൊക്കെ കിട്ടിക്കുന്നു. ഡിവോഴ്സ്ഡ് ആവാൻ പോകുന്ന ഭാര്യയും ഭർത്താവും, അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിന് ട്രാക്ക് മാറി ഒരു ഹൊറർ ത്രില്ലർ മൂഡിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രൂ സ്റ്റോറി ആണെന്നുള്ളതാണ്. മുംബൈ പോലെ സ്ഥലത്ത് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഷോർട്ട് ഫിലിം. ജിയോ സിനിമയിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ വീട്ടുമുറ്റത്ത് പ്രേതശല്യം ഉണ്ടെന്ന് മനസ്സിലായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ആദ്യം തന്നെ അതിനെ എങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും നോക്കുക. അങ്ങനെയുള്ള ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിം. നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ വളരെ സട്ടിലായിട്ട് തന്നെ ഈ ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ ഇതും ട്രൂ സ്റ്റോറി ആണെന്നുള്ളതാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് റിയലായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫാമിലിയിൽ നമ്മൾ എന്തായാലും ഒന്ന് ഓർക്കും. പിന്നെ ഇതിന് ടെക്നിക്കൽ സൈഡും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും ഒക്കെ യൂട്യൂബിലും മൊബൈലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഈ ഷോർട്ട് ഫിലിം സെഗ്മെൻറ്റ് നമുക്ക് ഓരോ പാർട്ടായിട്ട് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ട ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരാം. ഞാനത് വീഡിയോയിൽ ആഡ് ചെയ്തോളാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം.